നമസ്കാരം. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. നെൽവയൽ തണ്ണീർത്തട നിയമങ്ങളടക്കം ഭൂനിയമങ്ങൾ പരിഷ്കരിക്കുമെന്ന UDF സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനം. ആരോഗ്യമേഖലയ്ക്ക് പ്രത്യേക ഊന്നൽ. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് 3 ദിവസം ആർത്തവാവധി. ലഹരിമുക്ത നടപടികൾ ശക്തമാക്കും. കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാതെ നയപ്രഖ്യാപനം. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പൂർണ്ണമായി പാലിക്കുമെന്ന് മുഖ്യമന്ത്രി. നയരാഹിത്യത്തിന്റെ പ്രഖ്യാപനമെന്ന് പ്രതിപക്ഷം. നയപ്രഖ്യാപനത്തിന് മുൻപും ശേഷവും നിയമസഭയിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കണമെന്ന ഗവർണറുടെ നിർദ്ദേശം തള്ളി സർക്കാർ. പ്രോട്ടോകോൾ ലംഘനമെന്ന് ഗവർണർ. സർക്കാർ നിലപാടിന് പിന്തുണച്ച് പ്രതിപക്ഷം. സർക്കാർ ജമാഅത്തെ ഇസ്ലാമിക്കും CPM-നും കീഴടങ്ങിയെന്ന് BJP. നയപ്രഖ്യാപനത്തിൽ ഗവർണർക്കൊപ്പം DGP സഭയിലെത്തിയതും വിവാദം. മാസപ്പടി കേസിലെ ED റെയ്ഡിൽ സർക്കാരിന് പങ്കില്ലെന്നും അന്വേഷണത്തിൽ ഇടപെടാനാകില്ല എന്നും VD സതീശൻ. ഡീൽ ആരോപണം പരിഹസിച്ച് തള്ളി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് അംഗീകരിക്കാനാകില്ല. CMRL-നെതിരായ അന്വേഷണം വേഗത്തിലാക്കാൻ ED. വീണയ്ക്കുടൻ സമൻസ് അയക്കും. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 18 പ്രതികൾ റിമാൻഡിൽ. അധ്യാപകർക്കും സർക്കാരിനും തിരിച്ചടി. അധ്യാപക നിയമനത്തിന് ടെറ്റ് നിർബന്ധമാക്കിയത് പുനഃപരിശോധിക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളി. യോഗ്യത നേടാനുള്ള സമയം 3 വർഷമായി ഭേദഗതി ചെയ്തു. 2028 ഓഗസ്റ്റിനുള്ളിൽ യോഗ്യത നേടണം. നീറ്റ് പുനഃപരീക്ഷയിൽ വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാൻ പ്രധാനമന്ത്രി നേരിട്ട് മേൽനോട്ടം വഹിക്കുന്നുണ്ട് എന്ന് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ. 60 ദിവസത്തെ വെടിനിർത്തലിന് US-ഇറാൻ ധാരണ ഉടനെന്ന റിപ്പോർട്ട്. തീരുമാനമാകാനുള്ളത് ചില കാര്യങ്ങളിൽ മാത്രമെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ്. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നാൽ അമേരിക്ക നാവിക ഉപരോധം പിൻവലിക്കും. ഇറാൻ ഹോർമൂസ് തുറക്കും. IPL 2-ാം ക്വാളിഫയറിൽ രാജസ്ഥാൻ ഗുജറാത്ത് പോരാട്ടം ഇന്ന്. മത്സരം രാത്രി 7:30 മുതൽ. ജയിക്കുന്ന ടീം ഫൈനലിൽ. ലോകകപ്പ് ഫുട്ബോളിലുള്ള അർജന്റീന ടീമിനെ പ്രഖ്യാപിച്ചു. 26-അംഗ ടീമിനെ മെസ്സി നയിക്കും. നെൽവയൽ തണ്ണീർത്തട നിയമങ്ങളടക്കം ഭൂനിയമങ്ങൾ പരിഷ്കരിക്കുമെന്ന UDF സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനം. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് 3 ദിവസം ആർത്തവാവധിയും അസംഘടിത മേഖലയിൽ 6 മാസം പ്രസവാവധിയും ഉൾപ്പെടെ സ്ത്രീ സൗഹൃദ പ്രഖ്യാപനങ്ങൾ. 1.25 മണിക്കൂർ നീണ്ടുനിന്ന നയപ്രഖ്യാപനത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ യാതൊരു വിമർശനവും ഉണ്ടായില്ല. അതേസമയം നയരാഹിത്യത്തിന്റെ പ്രഖ്യാപനമെന്നാണ് പ്രതിപക്ഷം വിമർശിച്ചത്. 10 വർഷം പ്രതിപക്ഷത്തിലിരുന്ന ശേഷം ഭരണത്തിൽ വരുന്ന UDF സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനം തികച്ചും ജനക്ഷേമവും വികസനത്തിലൂന്നിയതും സ്ത്രീ സൗഹാർദ്ദവുമായിരുന്നു. ആരോഗ്യ, വിദ്യാഭ്യാസ, ഭക്ഷ്യസുരക്ഷ, ക്രമസമാധാനം തുടങ്ങി ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്നതുൾപ്പെടെ സമഗ്ര മേഖലകളിൽ കരുതലും കൈത്താങ്ങും. നെൽവയൽ തണ്ണീർത്തട നിയമങ്ങളടക്കം ഭൂനിയമങ്ങൾ പരിഷ്കരിക്കും. ഭൂനിയമം മാറ്റാൻ കമ്മീഷനെ വയ്ക്കും. സ്ത്രീകളെ ചേർത്തു നിർത്തുന്ന നിരവധി പദ്ധതികൾ. സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് 3 ദിവസം ആർത്തവാവധിയും അസംഘടിത മേഖലയിൽ 6 മാസം പ്രസവാവധിയും. വനിതാ കർഷകർക്കായി കൺസോർഷ്യവും. KSRTC-യിൽ സൗജന്യ യാത്രയും. On the very day it assumed office, my government declared its commitment to making free travel in KSRTC buses across the state a permanent entitlement for women in Kerala. My government will provide rupees 1,000 per month to girl students in colleges to support their education. My government will raise the welfare pension to 3,000 rupees per month for all eligible beneficiaries. പ്രകടന പത്രികയിൽ പറഞ്ഞ ഇന്ദിരാ ഗ്യാരണ്ടി ഉൾപ്പെടെ എല്ലാ ജനപ്രിയ പദ്ധതികളും ഊന്നി പറഞ്ഞു. ലഹരിക്കെതിരെ സീറോ ടോളറൻസും ഓപ്പറേഷൻ തൂഫാനും ഗവർണർ വിശദീകരിച്ചു. കാർഷിക, വ്യാവസായിക, മത്സ്യമേഖലയിൽ ഉൾപ്പെടെ വിവിധ പദ്ധതികൾ. Under Mission Samudra, the sector will be strengthened through fleet modernization, the deepening of Janakiya Matsya Krishi. The Excise Department will be comprehensively modernized with enhanced enforcement capacity. അതേസമയം 75 മിനിറ്റ് നീണ്ടുനിന്ന നയപ്രഖ്യാപനത്തിൽ ഒരിടത്തുപോലും കേന്ദ്രത്തെ വിമർശിച്ചില്ല. അതുകൊണ്ട് തന്നെ നയപ്രഖ്യാപനം ഗവർണർ പൂർണ്ണമായും വായിക്കുകയും ചെയ്തു. എന്നാൽ കേന്ദ്ര നയത്തിനെതിരായ കാര്യങ്ങൾ പറയാതിരുന്നതിനെ വിമർശിച്ച പ്രതിപക്ഷം നയരാഹിത്യത്തിന്റെ പ്രഖ്യാപനമെന്നാണ് ആരോപിച്ചത്. കിഫ്ബി, ലൈഫ് മിഷൻ, കുടുംബശ്രീ ഉൾപ്പെടെ ഇടതു സർക്കാരിന്റെ വികസന പദ്ധതികളുടെ തുടർനീക്കങ്ങൾ ഒന്നും പ്രഖ്യാപനത്തിലില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. നമ്മുടെ നാടിന്റെ മുഖച്ഛായ മാറ്റുന്നതിന് ഇടയാക്കിയ കിഫ്ബി, കുടുംബശ്രീ, വിവിധ മിഷനുകൾ, ഇവയെക്കുറിച്ചെല്ലാം വല്ലാത്തൊരു മൗനം പാലിക്കുന്നതായിട്ട് കാണുന്നത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്
വളരെ സഹായകമായ സംവിധാനങ്ങളായിരുന്നു ഇവയെല്ലാം. അവയോടുള്ള സമീപനം വ്യക്തമല്ല. 2, 3, 4 തീയതികളിലാണ് നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പൂർണ്ണമായി പാലിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 5 ഇന്ദിരാ ഗ്യാരണ്ടികൾ നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരളം പൊതുയുഗത്തിലേക്ക് ചുവടുവയ്ക്കുന്നു. വെല്ലുവിളികളെ ജനാധിപത്യ രീതിയിൽ നേരിടുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. കേരളത്തെ തുറമുഖ നഗരമാക്കും. ദക്ഷിണേഷ്യയിലെ വലിയ ഏവിയേഷൻ ഹബ്ബാക്കും. സഹകരണ മേഖലയിലെ വിശ്വാസ്യത വീണ്ടെടുക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അത് സർക്കാരിൻ്റെ നയങ്ങളുടെ പ്രതിഫലനമാണ്. കേരളം ഒരു പുതുയുഗത്തിലേക്ക് ചുവടുവയ്പ് നടത്തുകയാണ്. ഒരു പുതിയ കാലത്തിലേക്ക് കടന്നു വരികയാണ്. ആ നയ വ്യതിയാനവും ആ നയങ്ങളുടെ പ്രഖ്യാപനവുമാണ് ഇന്ന് ഗവർണർ നടത്തിയത്. അതിലൂടെ ഒരു കാര്യം വ്യക്തമാണ്. ഞങ്ങൾ തിരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളോട് നൽകിയ വാഗ്ദാനങ്ങൾ പൂർണ്ണമായി നടപ്പാക്കും. എല്ലാ വെല്ലുവിളികളെയും ജനാധിപത്യപരമായ മാർഗത്തിലൂടെ അതിനെ മറികടന്ന് അതിനെ അതിജീവിച്ച് ഈ പുതുയുഗത്തിലേക്കുള്ള യാത്ര തുടരും. നിങ്ങൾക്കറിയാം, 5 ഇന്ദിരാ ഗ്യാരണ്ടികളും പ്രഖ്യാപിച്ച് നടപ്പാക്കും. 2 തീരുമാനമെടുത്തു കഴിഞ്ഞു. ബാക്കിയുള്ളത് അതിൻ്റെ സാമ്പത്തികമായ മറ്റ് കാര്യങ്ങൾ കൂടി പരിശോധിച്ച്, ഗവൺമെൻറ് തലത്തിൽ പരിശോധിച്ച് ഉചിതമായ സമയത്ത് മറ്റു പരിപാടികൾ കൂടി പ്രഖ്യാപിക്കും. ഞങ്ങളുടെ സ്വപ്ന പദ്ധതികൾ കേരളത്തിനെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റുക എന്ന വലിയ സ്വപ്നം, 2 അന്താരാഷ്ട്ര തുറമുഖങ്ങളെയും ഒരു കണ്ടെയ്നർ ടെർമിനലിനെയും 17 മിനി തുറമുഖങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള വലിയൊരു പദ്ധതിക്ക് ഈ സർക്കാർ തുടക്കം കുറിക്കും. ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏവിയേഷൻ ഹബ്ബാക്കും. കാരണം ചെറിയ സ്ഥലത്ത് 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് നമുക്കുള്ളത്. അതിനാവശ്യമായ ഏവിയേഷൻ പ്രോജക്റ്റുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഏവിയേഷൻ ഹബ്ബാക്കി സൗത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഏവിയേഷൻ ഹബ്ബാക്കി കേരളത്തെ മാറ്റാനുള്ള പദ്ധതിയാണ്. അതോടൊപ്പം തന്നെ 10,000 MSMEകൾക്ക്, ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങൾക്ക് സർക്കാർ പലതരത്തിലുള്ള സഹായം നൽകും. അതെല്ലാം ബജറ്റിൽ പ്രഖ്യാപിക്കും. സമഗ്രമായ മാറ്റം അടിസ്ഥാന സൗകര്യ മേഖലയിലും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലും എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പദ്ധതിയാണ്. നയപ്രഖ്യാപനത്തിന് മുൻപും ശേഷവും നിയമസഭയിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കണമെന്ന ഗവർണറുടെ നിർദ്ദേശം തള്ളി സർക്കാർ. ആദ്യ ഭാഗങ്ങൾ മാത്രം ബാൻഡ് മേളമായി അവതരിപ്പിച്ചു. പ്രോട്ടോകോൾ ലംഘനമെന്ന് ചൂണ്ടിക്കാട്ടിയ ഗവർണർ അതൃപ്തി പരസ്യമാക്കി. അതേസമയം പൂർണ്ണമായി ആലപിക്കേണ്ടതില്ല എന്ന സർക്കാർ നിലപാടിനെ പിന്തുണച്ച പ്രതിപക്ഷവും രംഗത്ത് വന്നു. എന്നാൽ ദേശീയഗീതം അവഹേളിക്കപ്പെട്ടുവെന്നും സർക്കാർ ജമാഅത്തെ ഇസ്ലാമിയോട് കീഴടങ്ങിയെന്നുമാണ് BJP ആരോപിച്ചത്. വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശമുള്ളതിനാൽ ലോക്ഭവൻ ഇക്കാര്യം സർക്കാരിനെ അറിയിച്ചിരുന്നു. എന്നാൽ പൂർണ്ണമായും വായിക്കേണ്ടതില്ല എന്ന നിലപാട് മുഖ്യമന്ത്രി വി ഡി സതീശൻ സ്വീകരിച്ചു. ഇതേ തുടർന്ന് കേരള നിയമസഭയുടെ ചരിത്രത്തിലാദ്യമായി വന്ദേമാതരം ആലപിക്കപ്പെട്ടു. ദേശീയ ഗീതത്തിന്റെ ആദ്യ ഭാഗങ്ങൾ മാത്രമാണ് ബാൻഡ് മേളമായി അവതരിപ്പിക്കപ്പെട്ടത്. അതിനുശേഷം ദേശീയ ഗാനം ആലപിച്ചു. നയപ്രഖ്യാപനം അവസാനിച്ചപ്പോഴും സമാന രീതിയിൽ വന്ദേമാതരം ഭാഗികമായി ആലപിച്ചു. എന്നാൽ പൂർണ്ണമായും ആലപിക്കാത്തത് പ്രോട്ടോകോൾ ലംഘനമെന്ന് ഗവർണർ ചൂണ്ടിക്കാട്ടി. അതൃപ്തി ഗവർണർ പരസ്യമാക്കുകയും ചെയ്തു. ലോക്ഭവൻ നിർദ്ദേശിച്ചിട്ടും എന്തുകൊണ്ട് പൂർണ്ണമായും പാടിയില്ല എന്ന് സ്പീക്കറോട് ഗവർണർ ചോദിക്കുകയും ചെയ്തു. എന്നാൽ ഭാഗികമായി ആലപിച്ച സർക്കാർ നിലപാടിനെ പിന്തുണച്ചാണ് പ്രതിപക്ഷം രംഗത്ത് വന്നത്. 2 ഈരടികൾ ചൊല്ലുന്നതിൽ കുഴപ്പമില്ലെന്നും മുഴുവൻ പാടുന്നത് RSS അജണ്ടയെന്നും പിണറായി വിജയൻ പറഞ്ഞു. വന്ദേമാതരം മുഴുവനായിട്ട് ആലപിക്കേണ്ട കാര്യമില്ല. അതിൽ നേരത്തെ തന്നെ വ്യക്തത വരുത്തിയിട്ടുള്ള കാര്യമാണ്. അതിലെ ആദ്യത്തെ 2 ഈരടികളാണ് ചൊല്ലേണ്ടത്. അതാണ് ഇവിടെ ചൊല്ലിയത്. ആ ചൊല്ലിയതിന് മറ്റ് തടസ്സങ്ങളില്ല. മറ്റത് മുഴുവൻ ചൊല്ലുക എന്നത് അത് RSS അജണ്ടയാണ്. അതേസമയം കടുത്ത വിമർശനമാണ് BJP നടത്തിയത്. ദേശീയ ഗീതം മുഴുവൻ പാടാത്തത് സർക്കാർ ജമാഅത്തെ ഇസ്ലാമിക്ക് വഴങ്ങിയതുകൊണ്ടാണെന്ന് വി മുരളീധരൻ ആരോപിച്ചു. വി ഡി സതീശൻ സർക്കാർ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും നിർദ്ദേശങ്ങൾക്ക് വഴങ്ങിക്കൊണ്ടാണ് ഈ തരത്തിലുള്ള ഒരു നിലപാടെടുത്തത് എന്ന് വളരെ വ്യക്തമാണ്. നേരത്തെ സത്യപ്രതിജ്ഞാ സമയത്ത് വന്ദേമാതരം ആലപിച്ചത് വിവാദമായിരുന്നു. തന്റെ അറിവോടെ ആയിരുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി അന്ന് വിശദീകരണം നൽകിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
അധ്യാപകർക്ക് കേറ്റെറ്റ് നിർബന്ധമാക്കിയ വിധിക്കെതിരെയുള്ള പുനഃപരിശോധനാ ഹർജികൾ തള്ളി സുപ്രീംകോടതി. അധ്യാപകർക്ക് ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് നിർബന്ധമാണ് എന്ന് കോടതി വ്യക്തമാക്കി. നിലവിൽ സർവീസിലുള്ള അധ്യാപകർ 2 വർഷത്തിനുള്ളിൽ കേറ്റെറ്റ് യോഗ്യത നേടണമെന്നത് 3 വർഷമായി കോടതി നീട്ടി നൽകി. അധ്യാപകർക്ക് ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് നിർബന്ധമാക്കിയ ഉത്തരവിനെതിരെയുള്ള പുനഃപരിശോധനാ ഹർജികൾ സുപ്രീംകോടതി തള്ളി. സംസ്ഥാന സർക്കാരുകളും വിവിധ അധ്യാപക സംഘടനകളും ഉൾപ്പെടെ 45 കക്ഷികളാണ് പുനഃപരിശോധനാ ഹർജികൾ നൽകിയിരുന്നത്. 2012 മുൻപ് സർവീസിൽ പ്രവേശിച്ച അധ്യാപകർക്ക് ടെറ്റ് നിർബന്ധമാക്കരുതെന്നും വിരമിക്കുന്നതുവരെ തുടരാൻ അനുവദിക്കണമെന്നുമായിരുന്നു ഹർജിക്കാരുടെ പ്രധാന ആവശ്യം. എന്നാൽ ജോലി ചെയ്യുന്ന അധ്യാപകർ ടെറ്റ് പാസ്സാക്കേണ്ടത് നിർബന്ധമാണെന്ന് ഹർജികൾ തള്ളിക്കൊണ്ട് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിട്ടു. അതേസമയം യോഗ്യതാ പരീക്ഷ പൂർത്തിയാക്കാൻ കൂടുതൽ സമയം ആവശ്യമാണെന്ന വാദം കോടതി അംഗീകരിച്ചു. നിലവിലുള്ള അധ്യാപകർ 2 വർഷത്തിനുള്ളിൽ ടെറ്റ് പാസ്സാക്കണമെന്ന ഉത്തരവിൽ മാറ്റം വരുത്തി. സമയപരിധി 1 വർഷം കൂടി നീട്ടി 3 വർഷമാക്കി. സുപ്രീംകോടതി ഉത്തരവ് പ്രകാരം നിലവിൽ സർവീസിലുള്ള ടെറ്റ് യോഗ്യതയില്ലാത്ത അധ്യാപകർ 2028 ഓഗസ്റ്റ് 31-നകം യോഗ്യത നേടണം. തുറന്ന കോടതിയിൽ വാദം കേട്ട ശേഷമാണ് സുപ്രീംകോടതി പുനഃപരിശോധനാ ഹർജികൾ തള്ളിയത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ NTA-ക്ക് വീണ്ടും സുപ്രീംകോടതിയുടെ രൂക്ഷ വിമർശനം. യുവാക്കളെ നിരാശപ്പെടുത്തരുത് എന്ന് പറഞ്ഞ കോടതി കേന്ദ്ര സർക്കാരിനോട് 6 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. നീറ്റ് പുനഃപരീക്ഷയിൽ വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാൻ പ്രധാനമന്ത്രി നേരിട്ട് മേൽനോട്ടം വഹിക്കുന്നുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ കോടതിയിൽ അറിയിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ നടപടികളെ രൂക്ഷമായാണ് സുപ്രീംകോടതി വിമർശിച്ചത്. ചോദ്യപേപ്പർ ചോർച്ചയുടെ അന്വേഷണം എവിടെ വരെ എത്തിയെന്ന് ചോദിച്ച കോടതി യുവാക്കളെ ഇത്തരത്തിൽ നിരാശരാക്കരുതെന്നും വ്യക്തമാക്കി. പരീക്ഷകൾ നടത്തുന്നതിൽ UPSCയുടെ മാതൃകയും കോടതി ചൂണ്ടിക്കാട്ടി. വിഷയത്തിൽ വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ജസ്റ്റിസ് നരസിംഹ അധ്യക്ഷനായ ബെഞ്ച് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പരീക്ഷാ നടത്തിപ്പിൽ ഉത്തരവാദിത്വം ഉറപ്പാക്കണമെന്നും കോടതി കേന്ദ്രത്തോട് നിർദ്ദേശിച്ചു. അതേസമയം നീറ്റ് പുനഃപരീക്ഷയിൽ വീഴ്ചകളുണ്ടാകാതിരിക്കാൻ പ്രധാനമന്ത്രി നേരിട്ട് മേൽനോട്ടം വഹിക്കുന്നുണ്ടെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ അറിയിച്ചു. ജൂൺ 21-ന് നടക്കാനിരിക്കുന്ന പരീക്ഷയ്ക്കായി ചില പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും കേന്ദ്രം വ്യക്തമാക്കി. ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ നീറ്റ് പരീക്ഷാ നടത്തിപ്പിൽ സമഗ്രമായ അഴിച്ചുപണി ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികളിലാണ് കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. കേസ് ജൂലൈ 2-ാം വാരം വീണ്ടും പരിഗണിക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ED റെയ്ഡിൽ എപ്പോൾ മറുപടി പറയണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശമെങ്കിലും തരണമെന്നും ഒളിച്ചോടുന്ന ആളല്ല താനെന്നും മുഖ്യമന്ത്രി VD സതീശൻ. പ്രതിപക്ഷ നേതാവ് പിണറായിയുടെ വീട്ടിൽ നടന്ന ED റെയ്ഡ് കേന്ദ്ര ഏജൻസിയുടെ നടപടിയാണെന്നും അതിൽ സംസ്ഥാന സർക്കാരിന് പങ്കില്ലെന്നും മുഖ്യമന്ത്രി. കേന്ദ്ര ഏജൻസികൾ രജിസ്റ്റർ ചെയ്ത കേസാണ്. സംസ്ഥാന സർക്കാരിന് ഇതിൽ ഒരു റോളുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ് നരേന്ദ്രമോദിയെ നേരിൽ കാണുന്നത്. ഞാൻ ഉടനെ തന്നെ പറഞ്ഞു, പിണറായി വിജയൻ്റെ വീടൊന്ന് റെയ്ഡ് ചെയ്യണം നാളെ ED കൊണ്ട്. അപ്പോൾ ഉടനെ മോഡി അപ്പം തന്നെ ഫോണെടുത്ത് കുത്തി. എന്നിട്ട് പറഞ്ഞു, നാളെ രാവിലെ സതീശൻ വന്നിട്ട് ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞാണ്, നാളെ രാവിലെ കംപ്ലീറ്റ് സ്ഥലത്ത് റെയ്ഡ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു സ്ഥലത്ത് പോരാ, 12 സ്ഥലത്ത് ചെയ്യണം. ആ സതീശൻ പറഞ്ഞേക്കണത് 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്യാനാണ് പറഞ്ഞേക്കണത്. അങ്ങനെ 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്തു. ഇത് മുൻ മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ വരെ വന്ന് പത്രക്കാരോട് പറയുകയാണ്. ഞാൻ ചിരിക്കണോ അല്ല കരയണോ? ഈ പണ്ടേ ഈ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചൊരു പരാതിയുണ്ട്, ബലം പിടുത്തം കൂടുതലാണ്, സ്റ്റിഫാണെന്ന്. അതൊക്കെ അയഞ്ഞ് അവർ തമാശ പറയാൻ തുടങ്ങിയല്ലോ. അതിലെനിക്കൊരു സന്തോഷമുണ്ട്, തമാശ പറയാൻ തുടങ്ങിയല്ലോ. എന്താണ് നടക്കുന്നത് കേരളത്തിൽ? കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമാണല്ലോ. നമുക്കതിൻ്റെ അകത്ത് എന്താണ്, റെയ്ഡ് നടത്താൻ പാടില്ല, അന്വേഷണം നടത്താൻ പാടില്ല. ED എങ്ങനെ അന്വേഷണം നടത്തണമെന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പറയാൻ പറ്റുമോ? ഞാൻ വളരെ ഫെയർ ആയിട്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്, ഫെയർ ആയിട്ടാണ് ചോദിക്കുന്നത്. ഗവൺമെൻറ്റിന് ചില പരിമിതികളില്ലേ, ഗവൺമെൻറ്റിന് പറയാൻ പറ്റുമോ? ED ഇപ്പോൾ CBI ഒരു കേസ് അന്വേഷിക്കുന്നു, നമ്മുടെ ഗവൺമെൻറ് തന്നെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, ഹൈക്കോടതി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. CBI വരുമ്പോൾ ഉടനെ CBIയുടെ അന്വേഷണ ഉദ്യോഗസ്ഥനെ നമ്മുടെ DGPയോ മുഖ്യമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ വിളിച്ചു വരുത്തി ഈ അന്വേഷണം ഇങ്ങനെ വേണം എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അതൊരു കേസ് അന്വേഷണം നടക്കുകയാണ്. അതിൻ്റെ അകത്ത് രാഷ്ട്രീയമായിട്ടുള്ള വിഷയമുണ്ടെങ്കിൽ അത് CPM ആണ്, അവരത് പറഞ്ഞോട്ടെ. പിന്നെ നിയമപരമായി പ്രശ്നം, നിയമപരമായ കാര്യങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് അന്വേഷണം നടക്കണമെങ്കിൽ എനിബഡി ക്യാൻ അപ്രോച്ച് എ കോർട്ട്. CMRൽ കോടതി പോയി ഈ അന്വേഷണം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. കോടതി ആ പെറ്റീഷൻ തള്ളിയിട്ട് ഈ അന്വേഷണം തുടരാൻ പറഞ്ഞു EDയോട്. അതിൻ്റെ പിറ്റേ ദിവസമാണ് EDയുടെ ഈ റെയ്ഡ് നടന്നത്. പോലീസിനെതിരെ പാലക്കാട് CPM ജില്ലാ സെക്രട്ടറിയുടെ ഭീഷണി പ്രസംഗം. LDF പ്രവർത്തകരോട് മാന്യത വിട്ട് പെരുമാറിയാൽ നെഞ്ചത്ത് കയറി താളമേളം ചവിട്ടുമെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു.
ഇഡിയെ ആക്രമിച്ചത് സാമ്പിൾ വെടിക്കെട്ട് മാത്രമെന്നും പൂരം കാണാൻ കിടക്കുന്നതേയുള്ളൂ എന്നും സെക്രട്ടറി പറഞ്ഞു. ഇവിടെ ഒരു മാങ്കൂട്ടം MLA ഉണ്ടായിരുന്നല്ലോ, അയാളുടെ നേതൃത്വത്തിൽ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ ആക്രമണം നടത്തി. അവിടെ ഉണ്ടായിരുന്ന CIന്റെ കോളറിൽ കയറി പിടിച്ച് അദ്ദേഹത്തിന്റെ ഷർട്ടിന്റെ ബട്ടൺ മുഴുവൻ വലിച്ചു കീറി. തോളിലെ നക്ഷത്രം അറ്റുപോയി. ഒരു കേസും എടുത്തില്ല. എന്നാൽ മെലിഞ്ഞാന്ന് SFIയുടെ പ്രവർത്തകർ സമാധാനപരമായി ഒരു മാർച്ച് നടത്തി. ആ മാർച്ചിൽ ബാരിക്കേഡ് മറിച്ചിട്ടതിന് എടുത്ത കേസ് PDP ആക്ടാണ്, PDPP ആക്ടാണ്. നിങ്ങൾ മനസ്സിലാക്കണം, 10 വർഷക്കാലം ഈ കേരളം ഭരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഭരണം മാറിയതിനെ തുടർന്ന് ഏതാനും ദിവസങ്ങളായ VD സതീശന്റെ നേതൃത്വത്തിലുള്ള ഐക്യജനാധിപത്യ മുന്നണിയുടെ പോലീസും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോ ഇവിടെ ഒരു നോർത്തിലൊരു CI ഉണ്ട്, അവന് വല്ലാത്ത ചൊറിച്ചിലാണ്. ആ ചൊറിച്ചിലൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും കമ്മ്യൂണിസ്റ്റുകാരോടും കാണിക്കാൻ നിൽക്കരുത് എന്നുള്ളതാണ് താക്കീതായി പറയാനുള്ളത്. NCPയിൽ പിളർപ്പ്. ശരത് പവാറുമായുള്ള ബന്ധം വിച്ഛേദിച്ച NCP സംസ്ഥാന നേതൃത്വം കൊച്ചിയിൽ വിമത യോഗം ചേർന്നു. പാർട്ടി ദേശീയ നേതൃത്വവുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ പ്രമേയം പാസാക്കി. പാർട്ടി സംസ്ഥാന ഘടകം സ്വതന്ത്ര ഘടകമായി നിലനിർത്താൻ ധാരണയായി. ഘടകകക്ഷിയായി അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട ഇടതുമുന്നണിക്ക് കത്ത് നൽകും. ഈ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് വന്നു, തോമസ് കെ തോമസിനെ മാറ്റിയിരിക്കുന്നു. ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല എന്താണ് അതിൻ്റെ അർത്ഥം. പത്രങ്ങളിൽ കൂടെയും വാട്സപ്പിൽ കൂടെയാണ് ഈ തീരുമാനം വന്നത്. അതിനെ പാടെ ഞങ്ങൾ നിരാകരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു തീരുമാനം ദേശീയ നേതൃത്വത്തിൻ്റെ ഞങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. NDAയുമായിട്ട് ഒരു ബന്ധവും NCP എന്ന് പറയുന്ന ഞങ്ങളുടെ പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്നതല്ല. ഞങ്ങൾ മതേതര പാർട്ടിയാണ്. ആ ലെവലിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. അതാണ് ഞങ്ങളുടെ തീരുമാനം. താരസംഘടനയായ അമ്മയിലെ തൊഴിൽ പീഡനാരോപണത്തിൽ വീണ്ടും പരാതി നൽകി ഓഫീസ് സ്റ്റാഫ് അതുല്യ. സിറ്റി പോലീസ് കമ്മീഷണർക്കും ലേബർ ഓഫീസർക്കുമാണ് പരാതി നൽകിയത്. നീനാക്കുറുപ്പ്, കുക്കു പരമേശ്വരൻ, ഉണ്ണി ശിവപാൽ എന്നിവർക്കെതിരെ ഫോൺ സംഭാഷണങ്ങളും ശബ്ദരേഖകളും അടക്കമാണ് പരാതി. നേരത്തെ ട്രഷറർ ഉണ്ണി ശിവപാലിനും ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനുമെതിരെ തൊഴിൽ പീഡന പരാതി ഉന്നയിച്ച് അതുല്യ രംഗത്തെത്തിയിരുന്നു. അതിനിടെ അൻസിബ കൊടുത്ത പരാതി തുടർ നടപടിക്കായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് DGPക്ക് കൈമാറി. അമ്മ ട്രഷറർ ഉണ്ണി ശിവപാലും നീനാക്കുറുപ്പും കുക്കു പരമേശ്വരനും തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നുവെന്നും ജീവന് ഭീഷണിയുണ്ടെന്നും ആരോപിച്ചാണ് അതുല്യ പരാതി നൽകിയത്. നേരത്തെ ജോലിയിൽ നിന്നും ജനറൽ സെക്രട്ടറി പുറത്താക്കിയ അതുല്യയെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തിരിച്ചെടുത്തിരുന്നു. ജോലിയിൽ തിരിച്ച് പ്രവേശിച്ചതിന് പിന്നാലെ വീണ്ടും മാനസിക പീഡനവും ഭീഷണിയും ഉണ്ടായതായി അതുല്യ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ തൊഴിൽ പീഡന പരാതി കൊടുത്തതിൻ്റെ പിന്നാലെ നീനാക്കുറുപ്പ് ഇതിന് മുന്നേ ഒരു ഓഡിയോ പുറത്തായിട്ടുണ്ടായിരുന്നു. അത് ഇവരുടെ കമ്മിറ്റിയിൽ നിന്ന് തന്നെ പുറത്തായിട്ടുള്ളൊരു ഓഡിയോ ആണ്. അത് ഞാൻ തെളിവായിട്ട് കമ്മിറ്റിയിൽ ഏൽപ്പിച്ച ഒരു ഓഡിയോ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. നീനാക്കുറുപ്പ് എന്നോട് സംസാരിച്ചിട്ട് ഞാൻ വിക്ടിം ഗെയിമായിരുന്നു കളിക്കേണ്ടിയിരുന്നത്, അപ്പം ഞാൻ ലക്ഷ്മിപ്രിയ ചീത്ത വിളിച്ചപ്പോൾ ഞാൻ അതായിരുന്നു മോളെ ചെയ്തത് എന്നൊക്കെ പറയുന്നൊരു ഓഡിയോ ആണ്. അതുപോലെ മാധ്യമങ്ങളോട് സംസാരിച്ചതിന് ഒരുത്തനുമായിട്ട് ബന്ധമുണ്ടാക്കിയിട്ട് നാളെ വെർജിനാണെന്ന് പറഞ്ഞാൽ മതിയോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ഓഡിയോ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഞാൻ കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുള്ളത്. രണ്ടാമത് ജോലിയിൽ പ്രവേശിച്ച ശേഷമാണ് നീനാക്കുറുപ്പ് ഇത്തരത്തിലൊരു പരാതിയായിട്ട് പോയിട്ടുള്ളത്. ജോലിയിൽ പ്രവേശിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല, അവരത് റിവോക്ക് ചെയ്തു എന്ന് ന്യൂസ് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം വീട്ടിൽ വർക്ക് ഫ്രം ഹോം എന്നുള്ള രീതിയിൽ ഇരുന്നാൽ മതി, കുക്കു പരമേശ്വരനൊക്കെ ഇവിടെ ഉള്ളിടത്തോളം കാലം അവിടെ ഓഫീസിൽ സേഫ് അല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലിരിക്കുന്നത്. അപ്പം എന്തെങ്കിലും അത്യാവശ്യം കമ്മ്യൂണിക്കേഷനും ഓഫീസിലേക്ക് ആവശ്യമായ നമ്പറുകളോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ വിളിച്ച് ചോദിക്കുന്ന അല്ലാതെ പ്രത്യേകിച്ച് ജോലികളൊന്നും ഇല്ല നിലവിൽ. പുതിയതായി ജോലിക്ക് പ്രവേശിച്ചതിന് ശേഷം അമ്മയിലെ കാര്യങ്ങൾ ഒന്നും അറിയാറില്ല. തൊഴിൽ പീഡന പരാതി കൊടുത്തതിനു പിന്നാലെ തെളിവായി നൽകിയ ഓഡിയോ നീനാക്കുറുപ്പ് പുറത്തുവിട്ടു. ഉണ്ണി ശിവപാലിനെ രക്ഷിക്കാൻ കൂടെ നിൽക്കണമെന്ന് അമ്മയിലെ സെക്യൂരിറ്റിയോട് കുക്കു പരമേശ്വരൻ ആവശ്യപ്പെട്ടുവെന്നും പരാതിക്കാരി ആരോപിച്ചു. ഉണ്ണിയെ രക്ഷിക്കാൻ, അത് ഓഡിയോയിൽ പറയുന്നുണ്ട്, ഉണ്ണിയെ രക്ഷിക്കാൻ വേണ്ടി മുഹമ്മദ് ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്ന് കുക്കു പരമേശ്വരൻ ഇയാളോട് ആവശ്യപ്പെടുകയും ഞാൻ അയാളെ ഒരു ഹണി ട്രാപ്പിൽ പെടുത്തി എന്ന് അയാൾ പറയണമെന്ന് അയാൾക്ക് ട്രെയിനിങ് കൊടുക്കുകയും ഒക്കെയാണ് ചെയ്തത്. അപ്പം ഞാൻ വൈകുന്നേരം ഓഫീസിൽ നിന്ന് പോയ ശേഷം ഇയാളെ മുകളിൽ ഇവരുടെ ക്യാബിനിലേക്ക് വിളിച്ചിട്ട് ഡെയിലി ഇതെങ്ങനെ മുഹമ്മദ് ഇത് പ്രസന്റ് ചെയ്യണം എന്നുള്ളതിനുള്ള ട്രെയിനിങ്ങും കൂടി അയാൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അതേസമയം ടിനി ടോമിനും ലക്ഷ്മിപ്രിയക്കുമെതിരായ അൻസിബയുടെ പരാതിയിൽ പ്രത്യേക സമിതി രൂപീകരിക്കണമെന്ന ആവശ്യം അമ്മ പരിഗണിച്ചേക്കില്ല. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തന്നെ വിഷയം പരിഹരിക്കാനാണ് നീക്കം. അമൃത ന്യൂസ്, കൊച്ചി.
മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഗുരുതര ചികിത്സാ പിഴവെന്ന് പരാതി. ശസ്ത്രക്രിയയ്ക്കിടെ കാലിലെ പ്രധാന ഞരമ്പുകളും രക്തക്കുഴലുകളും മുറിഞ്ഞതിനെ തുടർന്ന് വയോധിക ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണ്. നിലമ്പൂർ ചുങ്കത്തറ സ്വദേശിനി 73 വയസ്സുള്ള പാർവതിയാണ് ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത്. കാലുവേദനയെ തുടർന്നാണ് നിലമ്പൂർ ചുങ്കത്തറ സ്വദേശിനിയായ 73-കാരി പാർവതി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുന്നത്. തുടർ പരിശോധനകൾക്ക് ശേഷം കഴിഞ്ഞ മെയ് 12-നായിരുന്നു ശസ്ത്രക്രിയ. എന്നാൽ ശസ്ത്രക്രിയ കഴിഞ്ഞയുടൻ പാർവതിക്ക് കാലിൽ അസഹ്യമായ വേദനയും നിറവ്യത്യാസവും അനുഭവപ്പെടുകയായിരുന്നു. ആരോഗ്യനില വഷളായതോടെ ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ വിശദമായ പരിശോധനയിലാണ് പാർവതിയുടെ കാലിലെ രക്തക്കുഴലുകളുമായി ബന്ധപ്പെട്ട ഒന്നിലേറെ ഞരമ്പുകൾ മുറിഞ്ഞതായി കണ്ടെത്തിയതെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ഇതുമൂലം കാലിലേക്കുള്ള രക്തയോട്ടം പൂർണ്ണമായി നിലച്ചതായി ചികിത്സിക്കുന്ന ഡോക്ടർമാർ അറിയിച്ചതായും ബന്ധുക്കൾ പറഞ്ഞു. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ ചികിത്സാ പിഴവാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണമെന്നും ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടി വേണമെന്നുമാണ് ബന്ധുക്കളുടെ ആവശ്യം. സംഭവത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പരാതി നൽകി. അപ്പോൾ നമുക്കറിയില്ലല്ലോ നിരമ്പ് കുറഞ്ഞിട്ടാണ് കാലിങ്ങനെ ആയത്. കാരണം ഒരു കുഴപ്പമില്ലാതെ നടന്നു പോയതാണ്. ചെറിയ കാല് കിട്ടുമ്പോൾ ചെറിയ വേദനയുള്ളത്. അതേസമയം ആരോപണങ്ങളിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് അധികൃതർ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. പരാതിയുടെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പ് ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടേക്കുമെന്നാണ് സൂചന. അമൃത ന്യൂസ്, മലപ്പുറം. 60 ദിവസത്തെ വെടിനിർത്തലിന് US ഇറാൻ ധാരണ ഉടൻ എന്ന റിപ്പോർട്ട്. ഏകദേശ ധാരണ സംബന്ധിച്ച രേഖ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അനുമതി കാത്തുകിടക്കുകയാണ് എന്നാണ് റിപ്പോർട്ട്. ഈ 2 മാസം കൊണ്ട് പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്ത തീരുമാനത്തിൽ എത്താനാണ് നീക്കം. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നാൽ ഇറാൻ ഹോർമൂസ് തുറക്കുകയും അമേരിക്ക നാവിക ഉപരോധം പിൻവലിക്കുകയും ചെയ്യും. ഇറാന്റെ ഫണ്ട് വിട്ടു നൽകുന്നതും ഉപരോധം ലഘൂകരിക്കുന്നതും ഇതോടൊപ്പമുണ്ട്. എല്ലാ മേഖലകളിലും യുദ്ധം നിർത്തിയുള്ള ധാരണ വിജയിച്ചാൽ ആണവ വിഷയത്തിൽ ഇറാൻ വിട്ടുവീഴ്ച ചെയ്തേക്കും. ഇറാനുമായി ധാരണ ആകാനുള്ളത് ചില വിഷയങ്ങളിൽ മാത്രമെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പ്രതികരിച്ചു. ക്ഷേമ പെൻഷൻ വിതരണം അനാവശ്യമായി വൈകിപ്പിക്കുന്നുവെന്നാരോപിച്ച് കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. സഹകരണ ജോയിന്റ് രജിസ്ട്രാറുടെ ഓഫീസിൽ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. CPM നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കുകൾ പെൻഷൻ വിതരണം നടത്തുന്നില്ല എന്നാണ് ആക്ഷേപം. കേരളത്തിലെ ക്ഷേമ പെൻഷനുകളുടെ വിതരണം പൂർത്തിയാക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് കേരള ഗവൺമെന്റ് 25-ാം തീയതി കേരളത്തിൽ പെൻഷൻ അനുവദിക്കണം എന്നുള്ള സർക്കുലർ കേരളത്തിലെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്ക് കൃത്യമായി പെൻഷൻ 25-ാം തീയതി അനുവദിക്കണമെന്നുള്ള സർക്കുലർ പുറപ്പെടുവിച്ചത്. പക്ഷേ കണ്ണൂർ ജില്ലയിലെ പല പ്രദേശങ്ങളിലും CPIMന്റെ അധീനതയിലുള്ള ബാങ്കുകളിൽ, സഹകരണ ബാങ്കുകളിൽ, ധനകാര്യ സ്ഥാപനങ്ങളിൽ പെൻഷൻ വിതരണം മനഃപൂർവ്വം മുടക്കിക്കിടക്കുന്ന ഒരു സാഹചര്യം. സർക്കാർ പെൻഷൻ അനുവദിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ കള്ളപ്രചരണം നടത്തുന്നതിന് വേണ്ടി 25-ാം തീയതി അനുവദിച്ച പെൻഷൻ 25-നോ 26-നോ വിതരണം ചെയ്യാതെ 27-നും 28-നും പൊതു അവധിയാണ്, സ്വാഭാവികമായും ആ 2 ദിവസങ്ങളിൽ വിതരണം ചെയ്യേണ്ട എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഈ പെൻഷൻ വിതരണം മുടക്കുകയും അതേ ധനകാര്യ സ്ഥാപനങ്ങളിലെ പാർട്ടിക്കാരായ സ്റ്റാഫ് ഉൾപ്പെടെയുള്ള ആളുകൾ സർക്കാർ പെരുന്നാളിന് പെൻഷൻ മുടക്കിയ സർക്കാർ എന്നുള്ള രീതിയിൽ കള്ളപ്രചരണം സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വഴി, CPMന്റെ സൈബർ ഹാൻഡിലുകൾ വഴി അവർ കള്ളപ്രചരണം നടത്തിയ ആ ഒരു സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് ഇന്ന് ജോയിന്റ് രജിസ്ട്രാറെ ഇവിടെ കാണുന്നതിന് വേണ്ടിയും സംസ്ഥാനത്ത് കനത്ത മഴ തുടരുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ ജില്ലകളിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. തെക്കൻ മധ്യ കേരളത്തിൽ പരക്കെ മഴയുണ്ടാകുമെന്നും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. 2 ദിവസത്തിനകം കാലവർഷം ലക്ഷദ്വീപിലെത്താൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു. കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ കഴിഞ്ഞ ദിവസം പനി ബാധിച്ച് യുവാവ് മരിച്ചത് H1N1 ബാധിച്ചെന്ന് സ്ഥിരീകരണം. കാഞ്ഞിരപ്പള്ളി കപ്പാട് സ്വദേശിയായ യുവാവിന്റെ മരണമാണ് H1N1 മൂലമാണെന്ന് വിദഗ്ധ പരിശോധനയിൽ വ്യക്തമായത്. പനി ബാധിച്ച് കോട്ടയത്തെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് യുവാവ് മരിച്ചത്. H1N1 സ്ഥിരീകരിച്ചതോടെ യുവാവുമായി നേരിട്ട് ബന്ധമുള്ള വീട്ടുകാരുടെയും അടക്കം 22 പേരുടെ വിവരങ്ങൾ ആരോഗ്യവകുപ്പ് ശേഖരിച്ചിട്ടുണ്ട്. അതിൽ അടുത്തിടപഴകിയ 7 പേർ പ്രത്യേക നിരീക്ഷണത്തിലാണ്. കോഴിക്കോടിന്റെ ചരിത്രത്തിൽ മറ്റൊരു പൊൻതൂവലായി മാറുകയാണ് പട്ടാളപ്പള്ളിയിൽ ഒരുക്കിയ ഈദ് സൗഹൃദ കൂട്ടായ്മ. വിവിധ മതവിഭാഗങ്ങളുടെ പ്രതിനിധികൾ ഒന്നിച്ചാണ് ഈദ് സൗഹൃദ കൂട്ടായ്മയ്ക്ക് എത്തിയത്. പട്ടാളപ്പള്ളി പരിപാലന കമ്മിറ്റിയും മലബാർ ഇനീഷ്യേറ്റീവ് ഫോർ സോഷ്യൽ ഹാർമണിയും സംയുക്തമായാണ് കോഴിക്കോട് പട്ടാളപ്പള്ളിയിൽ വ്യത്യസ്തമായ സൗഹൃദ കൂട്ടായ്മയൊരുക്കിയത്.
ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, ജൈന, പാഴ്സി തുടങ്ങി വിവിധ മതവിഭാഗങ്ങളുടെ പ്രതിനിധികൾ ഉൾപ്പെടെ പട്ടാളപ്പള്ളിയിലെ മിമ്പറിന് ചുറ്റും ഒത്തുകൂടിയപ്പോൾ അത് മതസൗഹാർദ്ദത്തിന്റെ വേറിട്ട കാഴ്ചയായി. അന്യമതസ്ഥരായവർ ആദ്യമായി പട്ടാളപ്പള്ളിയിൽ പ്രവേശിക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് ഈദ് സൗഹൃദ കൂട്ടായ്മയ്ക്ക്. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പാളയം മൊയ്ഹുദ്ദീൻ പള്ളി ചീഫ് ഇമാം ഹുസൈൻ മടവൂർ പറഞ്ഞു. ഇതാണ് കേരള സ്റ്റോറി, അല്ലെങ്കിൽ കോഴിക്കോടൻ സ്റ്റോറി എന്നും പറയാം. നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുന്നു, ആരാധനാലയങ്ങൾ ഒന്നിച്ച് സന്ദർശിക്കുന്നു, ഒന്നിച്ച് നമ്മൾ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നു. വളരെ മനോഹരമായിരിക്കുന്നു ഇത്. ചരിത്ര പ്രാധാന്യമുള്ള പട്ടാളപ്പള്ളിയിൽ ഒത്തുചേരാൻ അവസരം ലഭിച്ചതിന്റെ സന്തോഷം പ്രമുഖരും പങ്കുവെക്കുന്നുണ്ട്. ഭാവി തലമുറയ്ക്ക് സ്നേഹത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും ഒരു സന്ദേശം അത് നമ്മുടെ പ്രവർത്തനത്തിലൂടെ, പ്രസംഗത്തിലൂടെയല്ല, പ്രവർത്തനത്തിലൂടെ ചെയ്യാനുള്ള ഒരു ഉദ്ദേശമാണ്. വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ്. പരസ്പരം ബഹുമാനവും സ്നേഹവും പങ്കുവയ്ക്കുക, പരസ്പരം അംഗീകരിക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളെല്ലാവരും ഒരു ദൈവത്തിൻ്റെ മക്കളാണ്. സാഹോദര്യത്തിന്റെ മറ്റൊരു നേർക്കാഴ്ചയാണ് ഈ കൂട്ടായ്മ. അമൃത ന്യൂസ്, കോഴിക്കോട്. സമയത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തിന്റെ പേരിൽ സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിലടിച്ചു. ബസ് ഡ്രൈവർമാരിൽ ഒരാളുടെ തലയ്ക്ക് പരിക്ക് പറ്റി. കോട്ടയം എറണാകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന ആവേ മരിയ, ജോർജ് കുട്ടി ബസ്സുകളിലെ ജീവനക്കാരാണ് ഏറ്റുമുട്ടിയത്. രാവിലെ കോട്ടയം കടുത്തുരുത്തിക്ക് സമീപം കോതനെല്ലൂരിലായിരുന്നു സംഭവം. തലയ്ക്ക് സാരമായി പരിക്കേറ്റ ആവേ മരിയ ബസിന്റെ ഡ്രൈവർ രഞ്ജിത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കടുത്തുരുത്തി പോലീസ് കേസെടുത്തു. കോട്ടയം ഗാന്ധിനഗറിൽ ബിവറേജസ് ഔട്ട്ലെറ്റിൽ മോഷണം. കഴിഞ്ഞ രാത്രിയിലാണ് സംഭവം. 2 പേരാണ് സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നാണ് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഔട്ട്ലെറ്റിന്റെ മുൻവശത്തെ താഴർത്ത് മാറ്റിയ ശേഷമാണ് മോഷ്ടാക്കൾ ഉള്ളിൽ പ്രവേശിച്ചത്. ഇവിടെ നിന്നും പണം നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. സ്റ്റോക്ക് പരിശോധിച്ചതിന് ശേഷം മാത്രമേ മദ്യം മോഷണം പോയിട്ടുണ്ടോ എന്ന് വ്യക്തമാകൂ എന്ന് ഔട്ട്ലെറ്റ് മാനേജർ അറിയിച്ചു. ഗാന്ധിനഗർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ദിവ്യ സാന്നിധ്യത്തിൽ തൃശൂർ അയ്യന്തോൾ ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവം ജൂൺ 3, 4 തീയതികളിൽ നടക്കും. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തൃശൂരിലെത്തുന്ന അമ്മ അയ്യന്തോൾ ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുമെന്ന് മാതാ അമൃതാനന്ദമയി മഠം ഇരിങ്ങാലക്കുട മഠാധിപതി ബ്രഹ്മചാരി അമോഘാമൃത ചൈതന്യ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ KV സച്ചിദാനന്ദൻ, ചന്ദ്രൻ പെരുമുടിയൂർ, ശബരിദാസൻ, NDD വീച്ച് തുടങ്ങിയവർ പങ്കെടുത്തു. 3, 4 തീയതികളിൽ തൃശ്ശൂർ അയ്യന്തോളിലുള്ള ബ്രഹ്മസ്ഥാനം വാർഷിക മഹോത്സവത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കാനാണ് അമ്മ തൃശ്ശൂരിൽ എത്തുന്നത്. ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിന് ഏഷ്യൻ ഗെയിംസിന്റെ സെലക്ഷൻ ട്രയൽസിൽ പങ്കെടുക്കാൻ സുപ്രീം കോടതിയും അനുമതി നൽകി. ട്രയൽസിൽ വിനേഷിന് പങ്കെടുക്കാമെന്ന് നേരത്തെ ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷൻ നൽകിയ അപ്പീലിലാണ് സുപ്രീം കോടതി ഉത്തരവ്. ഡൽഹി ഹൈക്കോടതി വിധിയിൽ ഇടപെടാൻ വിസമ്മതിച്ച സുപ്രീം കോടതി വിനേഷ് ഫോഗട്ട് രാജ്യത്തിന്റെ അഭിമാനമാണെന്നും വ്യക്തമാക്കി. 2024 പാരീസ് ഒളിമ്പിക്സിന് ശേഷം ഒരു പ്രൊഫഷണൽ ടൂർണമെന്റിലും വിനേഷ് ഫോഗട്ട് പങ്കെടുത്തിരുന്നില്ല. IPL 2ാം ക്വാളിഫയറിൽ രാജസ്ഥാൻ ഗുജറാത്ത് പോരാട്ടം ഇന്ന് നടക്കും. രാത്രി 7:30 മുതലാണ് മത്സരം. ജയിക്കുന്ന ടീം ഫൈനലിൽ കടക്കും. എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ കീഴടക്കിയാണ് രാജസ്ഥാൻ റോയൽസ് ക്വാളിഫയറിൽ കടന്നത്. ആദ്യ ക്വാളിഫയർ ബംഗളൂരുവിനോട് തോറ്റതിന്റെ ക്ഷീണത്തോടെയാണ് ഗുജറാത്ത് എത്തുന്നത്. ഇന്ന് ജയിക്കുന്ന ടീം ഫൈനലിൽ ബംഗളൂരുവിനെ നേരിടും. ലോകകപ്പ് ഫുട്ബോളിനുള്ള അർജന്റീന ടീമിനെ പ്രഖ്യാപിച്ചു. 26-അംഗ ടീമിനെ ലയണൽ മെസ്സി നയിക്കും. 2022 ജയിച്ച ടീമിലെ 17 പേരെയും ടീമിൽ ഉൾപ്പെടുത്തി. മാർക്കസ് അക്യൂനയെ ഒഴിവാക്കി. 2022 ടൂർണമെന്റിന്റെ ഗോൾ കീപ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട എമിലിയാനോ മാർട്ടിനസും പ്രതിരോധക്കാരായ ലിസാൻഡ്രോ മാർട്ടിനസും ക്രിസ്ത്യൻ റൊമേറോയും ടീമിലുണ്ട്. ലോകകപ്പ് ടീം പ്രഖ്യാപനത്തിലുള്ള സമയപരിധിയുടെ അവസാനം വരെ സസ്പെൻസ് നിലനിർത്തിയാണ് അർജന്റീന പരിശീലകൻ ലയണൽ സ്കലോണി ടീമിനെ പ്രഖ്യാപിച്ചത്. മെസ്സിയുടെ 6ാം ലോകകപ്പ് മത്സരമാണിത്. അൾജീരിയ, ഓസ്ട്രിയ, ജോർദാൻ എന്നിവർ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ജെയിലാണ് അർജന്റീന. കണ്ടാണശ്ശേരി ശ്രീ മൂത്തേടത്ത് ഭഗവതി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ മഹോത്സവവും
അഷ്ടബന്ധ നവീകരണ കലശപൂജയും നടന്നു. 108 കലശത്തോടു കൂടിയുള്ള പ്രധാന പ്രതിഷ്ഠാ ചടങ്ങുകളാണ് ക്ഷേത്രത്തിൽ നടന്നത്. വടക്കേടത്ത് താമരപ്പള്ളി ദാമോദരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് പിന്നാലെ പ്രശസ്ത ഗോളകശില്പി പളനി ആചാരി പണി കഴിപ്പിച്ചെടുത്ത ഗോളകയും സമർപ്പിച്ചു. പ്രശസ്ത ഛായാചിത്രകാരൻ ധീരജ് കുന്നുമൽ ക്യാൻവാസിൽ പകർത്തിയ ശ്രീ മൂത്തേടത്ത് ഭഗവതിയുടെ ഛായാചിത്രത്തിന്റെ പ്രകാശനവും സമർപ്പണവും ചടങ്ങിന് മാറ്റുകൂട്ടി. പെരുവനം സതീശന്മാരാരുടെ പ്രാമാണിത്വത്തിൽ അരങ്ങേറിയ മേളത്തോടെയാണ് 6 ദിവസം നീണ്ടുനിന്ന പുനഃപ്രതിഷ്ഠാ മഹോത്സവത്തിന് പരിസമാപ്തിയായത്. മൂത്തേടത്ത് തറവാട്ടിലത്തെ ദേവി അതിനൊരു നല്ലൊരു ക്ഷേത്രത്തിന് മുമ്പുണ്ടായിരുന്നു. പക്ഷേ ഇത് നല്ല രീതിയിൽ സഹസ്രാബ്ദങ്ങൾ നിൽക്കുന്ന രീതിയിൽ അതിനെ പുനർനിർമ്മിച്ച് പുനഃപ്രതിഷ്ഠയാണ് നടന്നത്. ദേവി ചൈതന്യം കൂടുതലായിട്ട് ഉണ്ടാവാനായിട്ടുള്ള എല്ലാത്തരം പൂജകളും ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു തന്ത്രി നമുക്ക് ഉണ്ടായി. വടക്കേടത്ത് ദാമോദരൻ തിരുമേനി എല്ലാ 4 കുടുംബാദികൾ ആരാധിച്ചു വരുന്നതായ ഭഗവതിയുടെ 6 ദിവസത്തെ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളാണ് ഇവിടെ സമാപിക്കുന്നത്. ചോതി നക്ഷത്രം പ്രതിഷ്ഠയായിട്ടാണ് ഇന്നിവിടെ ആരാധിച്ചു വരുന്നത്. 6 ദിവസം 108 കലശത്തിൻ്റെതായ ഒരു ദ്രവ്യകലശം രൂപേണയാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തുന്നത്.